പുള്ളിക്കാരിക്ക് എന്നെയും കാട്ടി ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. ആ, മീൻസ് എനിക്ക് 10 മണി കഴിഞ്ഞാൽ വിശന്നാൽ ഞാൻ എണീക്കും. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എന്തായാലും എണീച്ചേ വരത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഞാൻ 2 മണിയായാലും ശരി 1:30 മണി വരെ ആയാലും ഓക്കെ അയ്യോ വയ്യ പാവം പാമ്പർ ഇപ്പം മാറ്റണോ, പാമ്പർ പെട്ടെന്ന് മാറ്റാം ചിലപ്പോൾ എന്തിനാ. അപ്പം ഞാൻ പറയും മാറ്റണോ, ഇപ്പം നമ്മൾ മാറ്റിയില്ലുള്ളൂ, എന്തായാലും വേണ്ട നമുക്ക് റിസ്ക് എടുക്കണ്ട. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എന്താണ് ഞാൻ അപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ എന്നെ തന്നെയാണോ ഇപ്പം പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. മീൻസ് എന്താണ്, അവനിപ്പം കുഴപ്പമില്ല ഇപ്പം മാറ്റിയേ ഉള്ളൂ. പക്ഷെ ആ പുള്ളിക്കാരി അങ്ങനെയല്ല. അപ്പം ഞാൻ ഇപ്പോഴും എന്താ പറയുക, ഞാൻ ഒരു നല്ല അച്ഛനാവാൻ വേണ്ടി ഇപ്പോഴും ഞാൻ എന്നെ തന്നെ ഇപ്പം എന്താ പറയുക ഇൻ പ്രോഗ്രസ് ആണ്. ഞാൻ ഇപ്പോഴും ഞാൻ ഇതുവരെ ഒരു നല്ല അച്ഛൻ ഇതുവരെ ഞാൻ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇനിയും എനിക്ക് വെച്ചാൽ ഇപ്പോഴും ഞാനിപ്പം ഈ പ്രഗ്നൻസി വ്ലോഗ് ആയപ്പോലും പുള്ളി വന്നു എല്ലാ മീൻസ് എന്താ വന്നു. അപ്പം എല്ലാവരും പറയുന്നത് അയ്യോ കൊച്ചു ജനിക്കുമ്പോൾ എൻ്റെ അമ്മ എന്ത് വലിയ ഫീലാണെന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലെ ഓസിക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ട്, ബിക്കോസ് നമുക്ക് ഒരു കൊച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ കൊച്ചിൻ്റെ അടുത്ത് പോകുന്ന പോലെയാണ് നമ്മളെല്ലാവരും. എനിക്കതല്ല, അയ്യോ ഇത് ഓസിയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ പോലും ഭയങ്കര പേടിയാണ്. ഭയങ്കര ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര. അപ്പം ഓസി ഇങ്ങനെ ഒരുമാതിരി ഷിവറും മറ്റു കാര്യങ്ങളും. അപ്പം ഓമി വന്ന് പോയാൽ ഓക്കെ, ആ ഒരു ഭാരം ആക്ച്വലി വന്ന് കുറഞ്ഞല്ലോ. മീൻസ് ഓക്കെ ഇനി ഓക്കെ ആണോ, നീ എല്ലാം ഓക്കെ ആണോ, മീൻസ് ബാക്ക് ടു നോർമൽ. എനിക്ക് മീൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അയ്യോ എനിക്ക് ചുമ്മാ ഉണ്ടല്ലോ നല്ല ഉറക്കം വന്നിരിക്കും. ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ പറയാം നല്ല 2 മണിയാകുമ്പോൾ നല്ല ഉറക്കം വന്നിരിക്കും കേട്ടോ. അപ്പോഴേക്ക് പുള്ളിക്കാരി വന്ന് എടോ ഈ പ്രസവ സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ പറഞ്ഞ വാടച്ച് നിന്റെ മനുഷ്യൻ. അപ്പം മീൻസ് ഇങ്ങനെയൊക്കെ എനിക്കത് 15 ചോദ്യം ചുമ്മാ മനസ്സിലായി. അപ്പൊ ഞാൻ എപ്പോഴും ഓക്കെ എല്ലാം ഓക്കെ അല്ലേ. അപ്പൊ എനിക്ക് മറ്റേ എപ്പിഡ്യൂറലിന്റെ എന്തെങ്കിലും എഫക്റ്റ് ആണോ അതൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആ ഡെലിവറി കഴിഞ്ഞ് കുറച്ചു നേരം എനിക്ക് എന്റെ ഈ ലോവർ ബോഡി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് ഞാൻ ഭയങ്കര എക്സ്ട്രീമായിട്ട് ഷിവർ ചെയ്യുമായിരുന്നു. ആൻഡ് ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ ബോധം നോക്കൗട്ട് ആവുന്ന പോലെ ഇങ്ങനെ ഫുൾ എനിക്ക് ഒരു സെൻസ് ഇല്ലാത്ത പോലെ ആവും. എന്നെ ഇങ്ങനെ തട്ടിയാണ് ആൾക്കാർ എണീപ്പിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബോധം വരും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ബോധം വരുമ്പോൾ ഞാൻ ഇങ്ങനെ അശ്വിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് എനിക്കെന്തോ പറ്റാൻ പോകുന്ന പോലെ തോന്നുന്നു, പേടിയാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് അങ്ങ് പ്രഷറായി ഇപ്പൊ ഇയാൾ മറ്റേ ഒന്ന് വിട്ടാതിരിക്കാവോ എന്ന് പറഞ്ഞ സൈഡിൽ തിരങ്ങുക. അപ്പൊ ഇയാൾ നോക്കിയപ്പോൾ ബേബീനെ ഓഫ്കോഴ്സ് എല്ലാവരും ടേക്ക് കെയർ ചെയ്തോന്ന് അറിയാം. ബിക്കോസ് ദെയർ വാസ് ലോട്ട് ഓഫ് പീപ്പിൾ, എന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ബേബിയെ ടേക്ക് കെയർ ചെയ്തെന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ എന്നെ സ്റ്റിച്ച് ഇട്ടോണ്ടിരുന്നപ്പോൾ ഇവ ഇങ്ങനെ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നോയിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. ലൈക്ക് ഞാൻ ഇങ്ങനെ എണീക്കുന്നുണ്ടോ അപ്പൊ ഇവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടൊക്കെ ഇരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എണീച്ച് ചിരിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എനിക്ക് എന്റെ ബോധം പോകുന്നു, എനിക്ക് ആരെയും കാണാം. എനിക്ക് അശ്വിൻ ഇങ്ങനെ എനിക്ക് 2-3 അശ്വിൻ സൈഡ് നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെയൊക്കെ 2-3 പേരായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. നമുക്ക് ആ പ്രഗ്നൻസി ടൈമിൽ ഇവരുടെ ലൈക് ഫാമിലി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അമ്മേനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചമ്മൽ. അല്ല മീൻസ് പുള്ളിക്കാരി ആയാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പം അവിടെ കിടക്കാൻ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മാത്രമേ കിടക്കാൻ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് ഒരു 3 മണിയായാലും 3:30 മണിയായാലും എൻ്റെ ഫോണിൽ നിന്ന് ആക്ച്വലി ഇങ്ങനെ വിളിക്കുകയാണ്, ഓസിക്ക് ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുവാണ്. 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് പുള്ളിക്കാരി ഇങ്ങനെ ചാടി ആക്ച്വലി വന്നിക്ക്. എന്നിട്ട് ഫുൾ ടൈം പ്രഗ്നൻസി ടൈമിലായാൽ പോലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജേർണി ഉണ്ടല്ലോ ആഫ്റ്റർ പ്രഗ്നൻസി. പുള്ളിക്കാരി ഒരു 2-3 ദിവസം ആക്ച്വലി ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാം ഒരുമിച്ചാണല്ലോ പോയത്. അടിപൊളിയായിട്ട് മീൻസ് കെയർ ചെയ്ത് അത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ഓക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിക്കാരി നല്ല കാമായിട്ട്, ഓസിക്ക് ഭയങ്കര ഇതായിരുന്നു താഴെ സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. സ്റ്റിച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കും. നല്ലപോലെ ഹാൻഡിൽ ചെയ്തു പുള്ളിക്കാരി. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഫാമിലി തന്നെയാണ്. ആദ്യം നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല കാര്യങ്ങളും. കാരണം എനിക്ക് ഈ ഇഞ്ചക്ഷന്റെ പേടി എല്ലാരും കണ്ടുള്ളതാ. പുള്ളിക്കാരി പറഞ്ഞത് എനിക്ക് വേദന അല്ല, ആക്ച്വലി ടോളറൻസ് ഉണ്ട്, പേടിയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. കാര്യം മറ്റേ ആ ഒരു PV ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എത്രയോ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവര് ഒരു വിരൽ അവിടെ തൊടാൻ പോലും അനുവദിക്കത്തില്ല, ഭയങ്കരമായിട്ട് അഭ്യാസം കാണിക്കും. എന്റെ പുള്ളിക്കാരുടെ ഫുൾ കൈ അകത്ത് പോയി ബേബിയുടെ തല ടച്ച് ചെയ്തപ്പോഴും ഞാനത് അലൗ ചെയ്തുകൊണ്ടാണ് അലറി വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി പറഞ്ഞു പെയിൻ ടോളറൻസ് ഉണ്ട് തനിക്ക് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത് പുള്ളിക്കാരി ആദ്യം ലൂമിയ ഡോക്ടർ. അങ്ങനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് അപ്പോഴാണ് എപ്പിഡ്യൂറിലൊക്കെ ഇത്ര നീളമുള്ള ഇഞ്ചക്ഷൻ ബാക്കിൽ കുത്തിയത്. അപ്പൊ അത് എനിക്ക് കാണാൻ പറ്റൂല. എനിക്കൊരു പില്ലോ തന്നിട്ട് എൻ്റെ അടുത്ത് ആ ഡോക്ടർ പറഞ്ഞൊരു സംഭവം,
ഒരു 10-15 ഒരു മിനിറ്റിന്റെ പ്രൊസീജിയറാണ്. അനങ്ങരുത്, ബിക്കോസ് നട്ടലിൽ പല ബ്രെയിൻ നെർവ്സ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. അങ്ങനെ ഞാൻ പില്ലോയും വെച്ച് ഇങ്ങനെ ഇരുന്നു അനങ്ങാതെ. നല്ല വേദന ഉണ്ടായിരുന്നു ബാക്കിൽ. പക്ഷെ ഞാൻ എന്നോട് തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, പെയിൻ ടോളറൻസ് ഉണ്ട്, പേടി മാത്രമാണ്, പേടി മാത്രം. അങ്ങനെ ഇരുന്നാണ് സത്യം പറഞ്ഞ ഡെലിവറി ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഐ ജസ്റ്റ് കെപ്റ്റ് ഓൺ ടെല്ലിങ് മൈസെൽഫ് പെയിൻ ടോളറൻസ് ഉണ്ട്, മറ്റുള്ളവരെക്കാൾ എനിക്കുണ്ട് എന്ന് ഞാൻ ഏതോ വലിയ ആളെ പോലെ എന്നോട് പറഞ്ഞാണ് അവിടെ ഇരുന്നത്. പക്ഷെ അത്രയും സൂചിയെ പേടിയുള്ള ആള് ഇത്രയധികം പെയിൻ സഹിക്കാന്ന് പറയുമ്പോൾ നമുക്കും കൂടെ എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇപ്പോഴും ആൾക്കാർ സെക്കൻഡ് ബേബി എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഒന്നും തീരട്ടെ റിലാക്സ് എന്നാണ് ഞാൻ പറയുന്നത്. 2 വർഷത്തേക്ക് എന്തായാലും ഇല്ല. ഇവൻ ഒറ്റപ്പെട്ടോലും ബോറടിച്ചോലും ഇരിക്കുന്നെങ്കിൽ അപ്പൊ ചിന്തിക്കാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഫാമിലി എല്ലാവരും ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ട്, കൂടെ സിസ്റ്റേഴ്സ് അമ്മയും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരേ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സാരി ഇവിടെ ജ്വല്ലറി. പക്ഷെ നല്ലതാ, അവര് സാരി ചെയ്താൽ എനിക്ക് ജ്വല്ലറി കൊടുക്കാം. ഇപ്പൊ എന്റെ ജ്വല്ലറി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സാരി എനിക്ക് ചോദിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ട് ആളുകളിൽ നിന്നൊരു പരാതി ഉണ്ടായത് ഇത് എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്ത ഒരു പ്രൈസ് ആണെന്നാണ്. സോ അതിപ്പം എല്ലാവർക്കും വ്യൂവും ലൈക്കും ഉണ്ടെങ്കിൽ കമന്റ്സ് വന്നത് വ്യൂവും ലൈക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ വ്യൂ ഒക്കെ ചെയ്യുന്നത്, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മാറ്റിക്കൂടാ. സോ അതിനെ കുറിച്ച് എന്താ അധികം പറയാനുള്ളത്? എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാരികൾ ഇവിടെ 100 കണക്കിന് കടകൾ നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട്. വില കൂടിയത് മേടിക്കാനുള്ള കടകളും ഉണ്ട്, വില കുറഞ്ഞത് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാനുള്ള കടകളുണ്ട്. ഏതൊരു ബ്രാൻഡായാലും അത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്ന് ആരും പറയുന്നില്ല. ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ മേടിക്കുക. ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് എന്ന് പറയും. ഇപ്പൊ എന്റെ ബ്രാൻഡ് ഞാൻ ഇറക്കിയത് ബേസിക്കലി ഫോർ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇറക്കിയ ഒരു ബ്രാൻഡാണ്. അതുകൊണ്ട് അതിനകത്ത് 90% ഐറ്റംസും ബിലോ 1000 ആണ്. അത് എന്റെ തോട്ടാണ്, എല്ലാവരുടെ അടുത്തും എത്തിക്കണം എന്നുള്ളൊരു സാധനം. ഇവരുടെ തോട്ട് എന്ന് പറയുമ്പോൾ ഇവരുടുക്കുന്ന കൈൻഡ് ഓഫ് സാധനം പബ്ലിക്കിലോട്ട് എത്തിക്കണം. ഇഫ് യു വോണ്ട് ടു വെയർ സംതിങ് ദാറ്റ് ഐ എം വെയറിംഗ്, ബൈ ഇറ്റ് ഫ്രം us എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഇടാനുള്ള സാരി നമ്മുടെ ഉണ്ട് എന്നല്ല ഇവര് മാർക്കറ്റ് ചെയ്ത രീതി. അതല്ല, ഇവരിട്ട സാധനം നിങ്ങൾക്ക് വേണോ, ആ സെയിം സ്റ്റൈൽ നിങ്ങൾക്ക് വേണോ, അത് പബ്ലിക്കിലോട്ട് എത്തിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇഫ് യു റിയലി വോണ്ട് ഇറ്റ്, ബൈ ഇറ്റ്. അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഒരു രീതി. ഇപ്പൊ മനീഷ് മൽഹോത്രയുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രൈസ് ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള ചിലപ്പോ നിങ്ങള് നമ്മുടെ ഡൽഹിയിലുള്ള മറ്റേ സ്ഥലത്ത് അതിന്റെ പേരെന്തോന്ന്, ഡൽഹിയിലെ ചോർ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ല സാധനം ചിലപ്പോ കിട്ടും. പക്ഷെ അത് മനീഷ് മൽഹോത്രയുടെ ഡ്രസ്സ് ആവൂ? ഒരിക്കലും ആവൂല. ഒരു സാധനം ഇടുമ്പോ അതിനൊരു സാധനം ഉണ്ട്, ബ്രാൻഡിങ് എന്നുള്ള സാധനം. അതിനേക്കാൾ നല്ല ചിലപ്പോ ഇവിടെ കിട്ടും. പക്ഷെ മറ്റേത് ഇടുമ്പോ നമുക്കൊരു സുഖമാ, ഇത്രയും വിലയുള്ള സാധനം കിട്ടും. അപ്പൊ അതിന്റെ ഒരു വില, ഒരു പവർ ഓട്ടോമാറ്റിക്കലി നമുക്കത് വരും. വേറൊരു രീതിയിലും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇവര് വീട്ടിലെല്ലാരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോ ചോദിക്കുമല്ലോ, ഈ എവിടെയാണ് എടുത്തത്, ഈ സാരി കൊള്ളാലോ, നിങ്ങൾ എവിടെയാണ് എടുത്തത്? അപ്പോ ഇതും ചോദിക്കാറുണ്ട്, എവിടെയാണ് എടുത്തതെന്നല്ല, നമ്മൾ അത് വിൽക്കുകയെ ചെയ്യാം. എന്താ, നമ്മൾ ഉടുത്ത സാരി ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉടുത്ത സാരി ഇതാണ്, പക്ഷെ നമ്മൾ അത് വിൽക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മേടിച്ച പോലെ അവര് ഉടുത്തുന്നത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അത് കുറച്ച് ഇപ്പൊ ഇവരുടുക്കുന്നതിന്റെ പ്രൈസ് റേഞ്ച് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ ഫാമിലിക്ക് അവരുടുക്കുന്നതിന്റെ പ്രൈസ് റേഞ്ച് ഇതാണ്, അവർക്ക് അതല്ലേ തരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവരുടുക്കുന്നതിന്റെ തന്നെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി 500 രൂപയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷെ അത് ഇവരുടുക്കുന്ന സാധനമായില്ല, ആ ക്വാളിറ്റി ആയില്ല. They are providing you something. If it's costly, they are providing it in the quality that they are wearing. അപ്പൊ നമ്മൾ ഇടുന്ന തന്നെ നിങ്ങൾ വിടണം നമ്മൾ ആഗ്രഹിച്ചു, അതാണ് അവർ ആഗ്രഹിച്ചത്. That's their thought. അത്രേ ഉള്ളൂ.